അല്ലാഹു തആല ചോദിക്കുന്നു, വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എന്നിലേക്ക് നമ്മളിലേക്ക് മടങ്ങി വരൂല്ല എന്നൊക്കെ തെറ്റായ ധാരണ വെച്ച് പുലർത്തുന്നുണ്ടോ? അല്ലാഹു തആല ചോദിക്കുകയാണ്. അല്ലാഹു തആല വളരെ വ്യക്തമായി നമുക്ക് താക്കീത് നൽകുകയാണ്. നിങ്ങൾക്കറിയില്ലേ, ഈ ഭൗതിക ലോകത്ത് അല്ലാഹുവിന് ഇബാദത്ത് കൊടുക്കാൻ ലക്ഷത്തിൽ പെരുന്ന ധാരാളം അംബിയാ മുർസലീങ്ങള് ഈ ഭൗതിക ലോകത്ത് എന്തിനു വേണ്ടി വന്നതാ? അബുൽ ബശരി ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് ഈ ഭൗതിക ലോകത്തേക്ക് അയക്കുമ്പോ ഒപ്പം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാകുന്ന നമ്മുടെ ഉമ്മയെ ഒപ്പമയക്കുമ്പോ ഭൂമിയുടെ രണ്ടറ്റങ്ങളിലേക്ക് മനുഷ്യവാസമില്ലാത്ത പക്ഷേ ഭീകരമായ ജീവികളുള്ള ഈ ഒരു കാലഘട്ടത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും അല്ലാഹു ഈ ഭൗതിക ലോകത്തേക്ക് അയക്കുമ്പോ ഇവിടെ മനുഷ്യന്മാരില്ലായിരുന്നു. പക്ഷേ അവരുടെ മക്കള് അങ്ങനെ പെറ്റുപെരുകി അവസാനം ലോകത്ത് മനുഷ്യന്മാര് വന്നിട്ട് അവർക്കൊക്കെ പ്രബോധകം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലായി അള്ളാഹു തീരുമാനിച്ച ആദം നബി അലൈഹിസ്സലാം അവിടുത്തെ പിൻഗാമികളായ അംബിയാ മുർസലീങ്ങളെ തുടങ്ങി ലക്ഷത്തിൽ പരം വരുന്ന അംബിയാ മുർസലീങ്ങള് എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത്? അവരെന്തിനാ സ്വർഗത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയത്? അവരെന്തിനാ നരകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയത്? അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്? ഇബാദത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്? അതൊന്നും വെറുതെ ഈ മനുഷ്യന്മാര് ഈ ഭൗതിക ലോകത്തേക്ക് അള്ളാഹു അയച്ചത് വെറുതെയല്ല. വെറുതെ തിന്നും ഉറങ്ങിയും സുഖിച്ചും രമിച്ചും ഈ ഭൗതിക ലോകത്തങ്ങ് ജീവിച്ച് നരച്ച് പൂത്ത് അവസാനം സക്കറാത്തിന്റെ ഹാല് വരുമ്പോ, സക്കറാത്തിന്റെ അവസ്ഥ വരുമ്പോ ഭീകരമായിട്ടങ്ങ് മരിച്ചു പോകാൻ വേണ്ടിയല്ല, നല്ലവരായി മരിക്കണമെന്നാണ് ഖുർആനിന്റെ പ്രഖ്യാപനം. മുസ്ലിമായി മരിക്കണമെന്നാണ് സമുദായത്തിനോട് അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി, ഓ മനുഷ്യന്മാരെ, ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹു വിളിച്ചു പറയുകയാ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന് യഥാർത്ഥ തഖ്വ നിലനിർത്തണം. നിങ്ങൾ അല്ലാഹുവിന് യഥാർത്ഥമായ തഖ്വ ചെയ്യണം. മാത്രമല്ല വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മരിച്ചു പോകണം. എങ്ങനെയാ നിങ്ങൾ മരിക്കേണ്ടത്? നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. അല്ലാഹു തആല ഖുർആനിൽ നമ്മളോട് താക്കീത് നൽകുകയാ. അപ്പം ഇവിടെ ഇതൊക്കെ ഈ ആയത്തുകളും ഇതെല്ലാം ഇതിനു വേണ്ടി നമ്മൾ വെറുതെ സൃഷ്ടിച്ചതല്ല. സമയം കളയാൻ മൊബൈലിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പെണ്ണിന്റെ പിന്നാലെ, അതല്ലെങ്കിൽ ഭൗതികതയുടെ പിന്നാലെ, ആഡംബരങ്ങളും ആഹ്ലാദങ്ങളുടെയും പിന്നാലെ പോയി സമയം കളയാൻ വേണ്ടിയല്ല. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് മരിക്കണ്ടേ? നാളെ ആഖിറം എന്നൊരു വീടില്ലേ? ആ വീട്ടിൽ നമുക്ക് വിജയിക്കണ്ടേ? വല്ലാത്തൊരു കോടതിയല്ലേ? അവിടെ വിജയിക്കാൻ അള്ളാഹു ഇപ്പോഴും നമ്മോട് പറയുന്നത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മോനെ, നീ മരിക്കണം. പക്ഷെ എങ്ങനെയായിരിക്കണം? നീ ഒരു മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇങ്ങനെ ഒരുപാട് ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഭൗതിക ലോകത്ത് വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടും. അത് വലിയ വിഷയമാണ്. ഇത് മരിച്ചതിന് ശേഷമുള്ള വിഷയമാണ്. മരിക്കും എന്നതിന്റെ ഉറപ്പായ തെളിവുകൾ മഹാന്മാര് പറയുന്നുണ്ട് ഖുർആനിലൂടെ. എന്താ? ഫമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ആരെങ്കിലും അണുമണി തൂക്കം നന്മ ചെയ്താൽ അവന്റെ ഫലം അവൻ എത്തുക തന്നെ ചെയ്യും, അവൻ കാണുക തന്നെ ചെയ്യും. അണുമണി തൂക്കം ആരെങ്കിലും തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലവും അവൻ എത്തിക്കുക തന്നെ ചെയ്യും, കാണുക തന്നെ ചെയ്യും. ഇതെവിടെയാ? ആഖിറത്തിലാണ്. മരണത്തിന് തെളിവായിട്ടാ മഹാന്മാര് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിക്കുന്നത്. ഫമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ. ആരെങ്കിലും ഭൗതിക ലോകത്ത് വെച്ച് അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കേൾക്കുന്നില്ലേ? എത്ര കൊല്ലം കൊണ്ട് കേൾക്കുന്ന ആയത്തായത്. ഫമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ. അണുമണി തൂക്കമെന്ന് പറയുന്നതിന്റെ ആഴം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ സഹോദരങ്ങളെ, സഹോദരിമാരെ? അണുമണി എന്ന് പറയുന്നത് ഒരു അണുവിന്റെ, ഒരു ബാക്ടീരിയയുടെ ഏറ്റവും മിശയും കൊണ്ട്, പ്രത്യേകമായ സൂക്ഷ്മ മിശയും കൊണ്ട് നോക്കിയാൽ കാണുന്ന അണുക്കളില്ലേ ബാക്ടീരിയ, അതല്ലെങ്കിൽ അതിനേക്കാളും
സൂക്ഷ്മമായി നോക്കിയാൽ, വളരെ കൃത്യമായി നോക്കിയാലേ അത് കാണാൻ കഴിയുകയുള്ളൂ. ആ നിലക്ക് ഒരു അണുമണി, ഒരു മണിയോളം, ഒരു അണുവിന്റെ അത്ര തൂക്കം ആരെങ്കിലും സൽക്കർമ്മം ചെയ്യാറുണ്ടോ? ചെയ്തുകൊള്ളുക. നാളെ ആഖിറത്തിൽ വരുമ്പോ അതിന്റെ പ്രതിഫലം തരാം. അള്ളാഹുവിന്റെ പ്രഖ്യാപനമാ. നിങ്ങൾ ഉഹുദ് പർവ്വതം പോലെ സൽക്കർമ്മം ചെയ്യാനല്ല പറഞ്ഞത്. ആനയോളം, ബിൽഡിങ്ങിന്റെ വലിപ്പത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ അതിന്റെ പ്രതിഫലം നാളെ ആഖിറത്തിലെത്തുമെന്നല്ല പറഞ്ഞത്.